ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് റനായ. ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ ദിവസമായി കേട്ടോ. പനി പിടിച്ച് കിടപ്പായിരുന്നെന്ന് ഞാൻ ഓൾറെഡി ഷോർട്സിൽ പറഞ്ഞല്ലോ. അപ്പോൾ പനിയൊക്കെ മാറി ഇന്ന് നമ്മൾ ഷേർലിയുടെ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പൊക്കെയാണ്. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നത് കേട്ടോ, ഷേർലിയുടെ വീട്ടിൽ പോകണം എന്നുള്ള കാര്യം. എപ്പോഴും വിളിക്കാറുണ്ട്, ഓരോരോ തിരക്ക് കാരണം പോകാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് UAE നാഷണൽ ഡേയുടെ ഒരു 2 ദിവസത്തെ ഹോളിഡേ ഉണ്ട്. സാറ്റർഡേ സൺഡേയും കൂടെ കൂട്ടി നമുക്കൊരു 4 ഡേയ്സ് കിട്ടത്തുണ്ട്. അപ്പോൾ കിട്ടാതെ ഇരുന്നിങ്ങനെ ഹോളിഡേ ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ ഇന്നങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഷേർലിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡിയായി ഞാൻ നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാനും നിത്യയും കൂടിയാണ് പോകുന്നത്. അപ്പോൾ പോകുന്നതിന് മുന്നേ നല്ല കാറ്റാണ് കേട്ടോ അവിടെ. നവംബർ ആയല്ലോ, നല്ല സൂപ്പറാണ്. അങ്ങനെ ഞാൻ ആദ്യം സഫീർ മാളിലേക്ക് പോയി. ഷേർലിയുടെ വീട്ടിലേക്ക് പോവുകയാണല്ലോ, അപ്പോൾ എന്തെങ്കിലും സ്നാക്കൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സഫീർ മാളിൽ പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഇതേപോലെ ക്രിസ്മസ് എത്തിയെന്ന് നമ്മളെ അങ്ങ് വിളിച്ചറിയിക്കുകയാണ് കേട്ടോ. എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഈ ഒരു സെലിബ്രേഷൻസ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് സഫീർ മാളിലാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ അത്യാവശ്യം റീസണബിൾ ആണ് കേട്ടോ അവിടുത്തെ പ്രൈസും, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചെന്ന് കാണുക കേട്ടോ. അപ്പോൾ ഞാൻ സഫീറിൽ വെയിറ്റ് ചെയ്ത് തിന്ന സമയം കൊണ്ട് തന്നെ നിത്യ അവിടെ എത്തി. നിത്യ ടാക്സിയിലൊക്കെ വിളിച്ചാണ് എത്തിയത്. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു ഷോയാണ്. അങ്ങനെ ഞങ്ങൾ പയ്യെ കത്തി വെച്ച് അങ്ങ് എത്തി, അബുദാബി സിറ്റിയിലെത്തി. ഇനിയിപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. അതായത് നമ്മൾ ഷേർലിയെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിൽ നിൽക്കുകയാണ് കേട്ടോ. അതാ അവിടെ ഞങ്ങളെ സ്വാഗതം ചെയ്യാനായിട്ട് ഷേർലി അവിടെ നിൽപ്പുണ്ട്. എന്താണോ ഈ പറയുന്നത്, ഞാൻ മറന്നുപോയി അവൾ എന്താ ഞങ്ങൾ വന്നപ്പോൾ പറഞ്ഞെന്നുള്ളത്. എന്തായാലും ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതുവരെ ഷേർലിയുടെ കണ്ടിട്ടില്ലാത്ത ഒരു ഭാവം, അതായത് ഒരു കുടുംബിനി പോലെയുള്ള ഒരു ഭാവമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഷേർലി അങ്ങ് ഭയങ്കര ഹോസ്റ്റായി അവിടെ. അതായത് ഞങ്ങൾ ഗസ്റ്റുകളാണല്ലോ, അപ്പം ഞങ്ങളെ അങ്ങ് വെൽക്കം ചെയ്ത് എങ്ങനെ വേണം എന്ത് വേണം എന്നറിയാൻ വയ്യാതെ ഉള്ള ഒരു രീതിയായിരുന്നു ഷേർലിക്ക്. ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു ഗംഗയുടെ മറ്റൊരു ഭാവമായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഷേർലി ഞങ്ങൾക്ക് ആദ്യമേ തന്നെ ഇതേപോലെ വാട്ടർമെലൺ ജ്യൂസാണ് തന്നത്. അപ്പോൾ വാട്ടർമെലൺ ജ്യൂസ് എനിക്ക് പനിയായത് കാരണം തൽക്കാലം ഞാനത് അവോയ്ഡ് ചെയ്തു. പക്ഷേ നിത്യ കഴിച്ചിട്ട് പറഞ്ഞു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഞാൻ തൽക്കാലം ചൂടുവെള്ളത്തിലേക്കൊക്കെ ഒതുക്കി. പിന്നെ കേട്ട് ഞങ്ങൾ പാട്ടിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പാട്ട് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം കേട്ടോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. കണ്ണുക്കൊരു വണ്ണക്കിളി, കാതുക്കൊരു ഗാനക്കുയിൽ, നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീതാനമ്മ. കണ്ണുക്കൊരു വണ്ണക്കിളി, കാതുക്കൊരു ഗാനക്കുയിൽ, നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീതാനമ്മ. തത്തിത്തവളും തങ്കച്ചിമിഴേ, പൊങ്കിപ്പെരുകും സംഘത്തമിഴേ, മുത്തം തര നിത്തം വരും നക്ഷത്രം. யாரோடு இங்கு எனக்கு என்ன பேச்சு, நீதானே கண்ணே நான் வாழ்ந்த மூச்சு, வாழ்ந்தாக வேண்டும் வா வா கண்ணே. ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது. பொழுதாகி போச்சு விளக்கேத்தியாச்சு, பொன்மானே ஒன்னே தேடுது. ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது. ഒരു പാട്ടായിരുന്നു ആദ്യം പാടാമെന്ന് വിചാരിച്ചത്. പക്ഷേ പാട്ടിൻ്റെ ആ ഒരു ഹരം പിടിച്ച് വന്നപ്പോഴേക്ക് പിന്നെ പല പല പാട്ടുകളിലേക്ക് അങ്ങ് നീങ്ങാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നിത്യം ഞങ്ങളിങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് പാടേണ്ടുന്നത് എന്നൊക്കെ ഉള്ള സംഗതിയൊക്കെ ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വാക്കുകൾക്കും അപ്പുറം നമ്മൾ ആ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ, നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എങ്ങനെ പാടണം, എവിടെ എന്ത് സംഗതി ഇടണം എന്നൊക്കെ ഉള്ളതാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ നിത്യ ക്യാമറ ഫോക്കസ് ചെയ്ത് കിട്ടുന്നുണ്ടോ, എൻ്റെ ഫേസ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ടെസ്റ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടും കൂടി ഒന്ന് കേട്ട് നോക്കാം. അന്നെന്റെ കരളിൽ ഒരു കൂടൊരുക്കില്ലേ, നീലമിഴിക്കോട് നിന്നെ
നീലമിഴി നീലമിഴി അവ വിട്ടുപോയി. അന്നെന്റെ കരളിൽ ഒരു കൂടൊരുക്കില്ലേ, നീലമിഴി കൂടുകളിൽ കവിത കണ്ടില്ലേ. റീമിക്സ് പഠിയാലോ? കമന്റ്സ് പറയാ. ഇതിന്റെ വോയിസ് ഓവർ ഇട്ടേക്കാട്ടോ. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. അന്നെന്റെ കരളിൽ ഒരു കൂടൊരുക്കില്ലേ, നീലമിഴി കോണുകളിൽ കവിത കണ്ടില്ലേ. ഇന്നും എന്നോർമ്മയിൽ എന്നോ ഉണരുമ്പോൾ പാഞ്ഞങ്ങ് പോകരുതേ വാർമഴവില്ലേ. മല്ലിക പൂമടക്കും മാർഗഴിക്കാറ്റ്, നീ വരുമ്പോൾ എന്റെ ഉള്ളിൽ തേൻ തുളിൽ പാട്ട്. വെളികൊലിസിട്ട കാലൊച്ച കേൾക്കാൻ കാത്തിരിക്കുന്നെന്റെ ഹൃദയം, നിനക്കു മാത്രം നിനക്കു മാത്രമായി. സുന്ദരിയേ വാ, വെണ്ണിലവേ വാ, എൻ ജീവതാരം നീ പ്രണയിനി. ഓ നീലരാവിലൻ സ്നേഹവീതിയിൽ മമ തോഴിയായി വാ പ്രിയമഹീ. ഓ അന്നൊരിക്കലെന്നെ കണ്ടനാളിലെന്നെ ഹൃദയമന്തം കാത്തു വച്ചു ഞാൻ. സുന്ദരിയേ വാ. അങ്ങനെ പാട്ട് പാടി തീർന്നപ്പോഴാണ് മറ്റൊരു കാഴ്ച ഞാൻ കാണാനിടയായത്. ഗിത്താറ് കണ്ടപ്പോൾ ഇതുവരെ കാണാത്ത നിത്യയുടെ മറ്റൊരു ഭാവം വളരെ വേദനയോടെ ഞാൻ തിരിച്ചറിഞ്ഞു. സ്കൂളിൽ ഞാൻ അന്വേഷിച്ച് നടക്കുന്ന യഥാർത്ഥ ചിത്തരോഗി എൻ്റെ മുമ്പിലിരിക്കുന്ന നിത്യയാണെന്ന്. ചിരിച്ചോളൂ ചിരിച്ചോളൂ, കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഷേർലി വന്നാൽ ഞങ്ങൾക്ക് കുറച്ചും കിച്ചണൊക്കെ ഫ്രൈ ചെയ്യാൻ പോകും. യെസ്, അപ്പോൾ ഷേർലിയോടെ സ്പെഷ്യൽ ബട്ടർ, അതന്നെ ഗാർലിക് ജിഞ്ചർ, ജിഞ്ചർ ഗാർലിക് ജിഞ്ചർ പേസ്റ്റും ലെമൺ, പച്ചമുളക് എല്ലാം പോട്ട് ചില്ലി ഇല്ല, ചില്ലി പച്ചമുളക്. ഓ പച്ചമുളക് തമിഴിലെ പച്ചമുളക്. ആമാ, റെഡ് ചില്ലി ഇല്ല. നോ റെഡ് ചില്ലി. നമ്മള് 4 ദമ്മ് ആഹാ, സാലഡ് ഉണ്ടായിരുന്നോ? എനിക്ക് സാലഡ് വന്നോ? ഇത് എൻ്റെ പൊന്നെ ഹെവി ആണല്ലോ. ഫ്രൈ ഇത് ഞാൻ പൊക്കിക്കോളാം. ഓ നോ, അങ്ങനെ നമ്മൾ ബിരിയാണി, മട്ടൺ ബിരിയാണിയൊക്കെ നല്ല സൂപ്പറായിട്ട് കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് സിവോൺ ലേഡീസ് സലൂണിലേക്കാണ്. ആ സലൂണിൽ പോകാൻ കാര്യം നമ്മൾ ഷേർലിയുടെ റൂംമേറ്റ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ പരിചയപ്പെടാൻ പോയതാണ് കേട്ടോ. നല്ല പോസിറ്റീവ് ആംബിയൻസ് ഉള്ളൊരു സലൂണാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഓണറിനെയും അതേപോലെ അവിടുത്തെ നമ്മളെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഷേർലിയുടെ റൂംമേറ്റ്സിനെയും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഈ സിവോണിൻ്റെ തന്നെ അവരുടെ ഫിറ്റ്നസ് സെൻറ്ററും ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഷേർലിയുടെ കസിൻ ലിഡി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലിഡിയെ കൂടെ കാണാനായിട്ടാണ് പോയത്. ഇതിപ്പോൾ നല്ല പോസിറ്റീവ് ആംബിയൻസ് ഉള്ള ഒരു ഇതാണ് കേട്ടോ, ഒരു ഫിറ്റ്നസ് സെൻ്ററാണ്. ഇത്രയും വലിയ ഫിറ്റ്നസ് സെൻറ്റർ ആക്ച്വലി ഈ UAE വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇതാണ് ഷേർലിയുടെ കസിൻ ലിഡിയാണ് നിൽക്കുന്നത്. ലിഡി അവിടുത്തെ ട്രെയിനറാണ്, സുംബ ട്രെയിനറും അതേപോലെ ഫിറ്റ്നസ് ട്രെയിനറും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ കുറച്ച് നേരം ലിഡിയായിട്ട് നിന്ന് ഡാൻസൊക്കെ ചെയ്തു. കണ്ണാടി കണ്ടതല്ലേ, അപ്പോൾ പിന്നെ അതിൻ്റെ മുന്നേ നിന്ന് ഞാൻ കുറച്ച് ഷോയൊക്കെ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ എനിവേ അത് കുറച്ച് നേരം നല്ല മൊമെൻറ്റ്സ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ലിഡിയുടെ കൂടെ 2 സ്റ്റെപ്സൊക്കെ വെച്ചു. പിന്നെ ഇതാണ് ആ ഒരു ഫിറ്റ്നസ് സെൻറ്ററിൻ്റെ ഇൻറ്റീരിയർ ആണ് കേട്ടോ. ഒരുപാട് മെഷീൻസ് ഉണ്ട് കേട്ടോ, ഭയങ്കര സ്പേഷ്യസുമാണ്. ഒരുപാട് മെഷീൻസും ഉണ്ട്, ലേഡീസിനും ജെൻസിനും ഒക്കെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. സിവോൺ എന്നാണ് ഇതിൻ്റെ പേര്. അവർക്ക് തന്നെയാണ് സലൂണും ഉള്ളത്. സൂപ്പറാണ് കേട്ടോ. ഇത്രയും മെഷീൻസ് ഉള്ള ഒരു ഫിറ്റ്നസ് സെൻറ്റർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ കുറച്ച് ചായ കുടിക്കാനൊക്കെ ആയിട്ട് പോയി. നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ. ആ ഒരു ടൈമെന്ന് പറയുന്നത് ഭയങ്കര മെമ്മറബിളാണ്.
നമുക്കിഷ്ടമുള്ള ആൾക്കാർ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം കുറച്ച് നേരം ഇരുന്ന് കാര്യമൊക്കെ പറയുക, ഒരു ചായയൊക്കെ കുടിക്കുക. ഓ, എന്ത് നല്ല മനോഹരമായിട്ടുള്ള മൊമെൻ്റായിരുന്നെന്ന് അറിയോ. സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇത് ചുമ്മാ വെറുതെ എൻ്റെ ഷോയാണ് കേട്ടോ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാക്കം നടക്കുന്നതേ ഉള്ളൂ. എന്തെങ്കിലും വല്ല റീലെടുക്കാൻ സ്കോപ്പ് ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചെടുത്തതാണ്. പക്ഷേ അത്ര വലിയ ഭംഗിയുള്ള നടത്തിയൊന്നും ആയിരുന്നില്ല. അത് കാരണം ഞാൻ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്തങ്ങ് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ നിത്യയും ഷേർലിയും കൂടെ ഉള്ള ഒരു ഷോ ഓഫാണ് ഈ കാണുന്നത്. പിന്നെ ഇത് നമ്മൾ എന്താ കാൻഡിഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാൻഡിഡ് വീഡിയോ ആണത്. അതായത് ഞാൻ വ്ളോഗ് എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ അറിയാതെ നിത്യ എടുത്തൊരു വീഡിയോ ആണിത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് രാവിലെ റൂമിൽ നിന്നപ്പോൾ തന്നെ കുറച്ച് ഷേർലിയുടെ ബാൽക്കണിയിൽ നിന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ്. ഫോട്ടോസ് എടുക്കുക എപ്പോഴും നമ്മുടെ ഒരു വീക്ക്നെസ് തന്നെയാണ്. ഇതൊക്കെയാണല്ലോ ശരിക്കും മെമ്മറീസ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ഈ ഫോട്ടോസൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ആൽബം ആക്കി വെക്കണം എന്നുണ്ട്. കാരണം ഫോണിലുള്ളത് നമുക്കങ്ങനെ ഭയങ്കര ഗ്യാരൻറ്റി ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഷേർലി കണ്ടുപിടിച്ച കുറച്ച് പോസൊക്കെ വെച്ചിട്ട് നമ്മൾ ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്തു ബാൽക്കണിയിൽ നിന്നിട്ട്. അങ്ങനെ പിന്നെ വീണ്ടും ഫോട്ടോസൊക്കെ എടുത്ത് മാക്സിമം എൻജോയ് ചെയ്ത് ചായക്കടയിൽ നിന്നും അല്ലാതെ ഷേർലിയുടെ വീട്ടിൽ നിന്നും ഉള്ള ഫോട്ടോസൊക്കെയാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇനി ബൈ ബൈ പറയാനുള്ള ടൈമായി. അങ്ങനെ ബൈ ബൈ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചെൻ്റെ റൂമിലെത്തി. വൈകുന്നേരം തിരിച്ചെത്തിയപ്പോൾ എന്തോ ഒരു വിഷമമായിരുന്നു. എനിക്കറിയില്ല ഇത് എങ്ങനെയാണത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്തോ ഒരു മിസ്സിങ് ഫീലിംഗ്. എന്നാലും പോട്ടെ. എന്നാലും നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.